ഈ ചിത്രത്തിലുള്ളയാൾ എന്തിനെ വാടകയ്ക്ക് നൽകിയാണ് ഏകദേശം 70 ലക്ഷം രൂപ സമ്പാദിക്കുന്നതെന്ന് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഇയാൾ ഒന്നും ചെയ്യാതെയാണ് ഇത്രയും പണം ഉണ്ടാക്കിയതെന്ന് പലരും പറഞ്ഞേക്കാം. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ചുമ്മാതെ ഇരിക്കുകയല്ല, മറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെയ്തത്. ഏതൊരു ബിസിനസ്സിനും അത്യാവശ്യമായ ഒന്നാണത്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ജീവിക്കുന്ന ജപ്പാൻ എന്ന രാജ്യത്തെക്കുറിച്ച് ഒരു പ്രധാന കാര്യം നിങ്ങൾ അറിയണം. ജപ്പാനിലെ ആളുകൾ എപ്പോഴും ജോലിയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സാമൂഹിക ബന്ധങ്ങൾ വളർത്താനോ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനോ ഈ ജോലി അവർക്ക് ഒരു തടസ്സമാകുന്നു. ഇതുകൂടാതെ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ജോലിക്കായി ടോക്കിയോ പോലുള്ള വൻ നഗരങ്ങളിലേക്ക് കുടിയേറുന്നു. ഇതും കുടുംബ ബന്ധങ്ങൾ തകരാൻ ഒരു കാരണമാകുന്നു. ഇതിനാൽ ജപ്പാനിലെ യുവാക്കളും മുതിർന്നവരും ഉൾപ്പെടെ ധാരാളം പേർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. ഈ കാരണത്താൽ അവിടെ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. ജപ്പാനിൽ ഈ ഏകാന്തത കൈകാര്യം ചെയ്യുന്നതിനായി മിനിസ്ട്രി ഓഫ് ലോൺലിനെസ് എന്നൊരു മന്ത്രാലയം രൂപീകരിക്കുകയും അതിനായി ഒരു മന്ത്രിയെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഓർത്തു വെക്കുക. ഇനി നമുക്ക് പ്രധാന കാര്യത്തിലേക്ക് വരാം. ഇദ്ദേഹത്തിന്റെ പേര് സോജി മോറിമോട്ടോ. ജപ്പാനിൽ ജീവിക്കുന്ന ഇദ്ദേഹം ഒസാക്ക സർവകലാശാലയിൽ നിന്ന് ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ്. പഠനത്തിന് ശേഷം പല കമ്പനികളിലും ജോലി ചെയ്തു. ഇദ്ദേഹം ഒരു ഇൻട്രോവേർട്ട് സ്വഭാവക്കാരനാണ്. അതായത് അധികം ആരോടും സംസാരിക്കില്ല. തന്റേതായ ഒരു ലോകത്ത് ജീവിക്കുന്നയാൾ. അതിനാൽ ഇദ്ദേഹത്തിന് ഒരു ടീമിനൊപ്പം ചേർന്ന് ജോലി ചെയ്യാൻ സാധിച്ചില്ല. മേലുദ്യോഗസ്ഥർ നൽകുന്ന ജോലികൾ ചെയ്യുന്നതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. 2018 വരെ ഇദ്ദേഹത്തിന്റെ ജീവിതം വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ പോയി. ഒടുവിൽ നീ ഒരു ജോലിയും ചെയ്യുന്നില്ല, നീ ഈ ഓഫീസിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഇത് അദ്ദേഹത്തെ മാനസികമായി വല്ലാതെ ബാധിച്ചു. എങ്കിലും അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ച് ചിന്തിച്ചു. ഒന്നും ചെയ്യാതെ ഒരിടത്തിരുന്നു കൊണ്ട് സമ്പാദിക്കാൻ കഴിയില്ലേ? അങ്ങനെ ഒരു വഴി ഉണ്ടാക്കിയാൽ എങ്ങനെയിരിക്കും എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ബുദ്ധി തോന്നി. ഉടനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്വിറ്ററിൽ ഒന്നും ചെയ്യാത്ത ഒരാൾ വാടകയ്ക്ക് ലഭ്യമാണ് എന്നൊരു പരസ്യം നൽകി. മോറിമോട്ടോയുടെ ഈ വാടക സേവനം വളരെ ലളിതമാണ്. ഉപഭോക്താക്കൾക്ക് അദ്ദേഹത്തെ ഒരു നിശ്ചിത സമയത്തേക്ക് വാടകയ്ക്ക് എടുക്കാം. ആ സമയത്ത് അദ്ദേഹം അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കും, അത്ര തന്നെ. ഫ്രിഡ്ജ് നീക്കി വെക്കുകയോ പെട്ടി എടുത്തു കൊടുക്കുകയോ ഫോണിൽ മെയിൽ അയക്കുകയോ പോലുള്ള ഒരു ജോലിയും അദ്ദേഹം ചെയ്യില്ല. ഒരു പ്രവൃത്തിയിലും ഏർപ്പെടില്ല. ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ലളിതമായി മറുപടി നൽകും. ഉപഭോക്താവ് സംസാരിക്കുന്നത് മൂളി കേട്ടുകൊണ്ടിരിക്കും. ആദ്യമൊക്കെ കുറച്ചുപേർ മാത്രമേ ഈ സേവനം ഉപയോഗിച്ചിരുന്നുള്ളൂ. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായതോടെ അദ്ദേഹം പ്രശസ്തനായി. ധാരാളം ആളുകൾ അദ്ദേഹത്തെ തേടി വരാൻ തുടങ്ങി. ഒറ്റയ്ക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവർ കൂട്ടിനായി ഇദ്ദേഹത്തെ വിളിക്കും. പാർക്കിലിരുന്ന് പുസ്തകം വായിക്കുമ്പോൾ കൂടെ ഒരാൾ വേണമെന്ന് തോന്നിയാൽ ഇദ്ദേഹത്തെ വാടകയ്ക്ക് എടുക്കും. ട്രെയിനിൽ യാത്ര പോകുമ്പോൾ ടാറ്റ കാണിക്കാൻ ആരുമില്ലെങ്കിൽ അതിനായി ഇദ്ദേഹത്തെ വിളിക്കും. മാരത്തോൺ ഓട്ടക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കാനും ആളുകൾ ഇദ്ദേഹത്തെ വാടകയ്ക്ക് എടുക്കുന്നു. കുടുംബത്തോടോ സുഹൃത്തുക്കളോടോ പങ്കുവയ്ക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സംസാരിക്കാനാണ് പലരും ഇദ്ദേഹത്തെ വിളിക്കുന്നത്. കാരണം ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മളെ ജഡ്ജ് ചെയ്യും, കുറ്റങ്ങൾ പറയും, ചോദ്യങ്ങൾ ചോദിക്കും. എന്നാൽ ഇദ്ദേഹം ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടിരിക്കും. സ്ത്രീകളും ഇദ്ദേഹത്തെ വാടകയ്ക്ക് എടുക്കാറുണ്ട്. എന്നാൽ തെറ്റായ കാര്യങ്ങൾക്കായി വിളിച്ചാൽ അദ്ദേഹം നോ പറയും. ഈ പ്രശസ്തിക്കിടയിൽ അദ്ദേഹം റെന്റൽ പേഴ്സൺ ഹു ഡസ് നത്തിങ് എന്നൊരു പുസ്തകവും എഴുതി. അതിലൂടെയും പേരും പണവും ലഭിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ജപ്പാനിൽ ഒരു TV സീരിയലും പുറത്തിറങ്ങി. ഒന്നും ചെയ്യാത്ത ഒരാളെ എന്തിനാണ് ഇത്രയധികം ആളുകൾ വാടകയ്ക്ക് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനാണ് ഞാൻ ജപ്പാനിലെ ഏകാന്തതയെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഏകാന്തത അനുഭവിക്കുന്നു. അവർക്ക് ആരുടെയെങ്കിലും സാമീപ്യം ആശ്വാസം നൽകുന്നു. ബിസിനസിന് ആവശ്യമായ ഒരു പ്രധാന കാര്യം മോറിമോട്ടോ ചെയ്തു. അത് ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുക എന്നതാണ്. ജനങ്ങളുടെ ഏകാന്തത എന്ന പ്രശ്നത്തിന് അദ്ദേഹം പരിഹാരം കണ്ടു. 2-3 മണിക്കൂർ നേരത്തേക്ക് അദ്ദേഹം 10,000 മുതൽ 30,000 yen വരെയാണ് വാങ്ങുന്നത്. അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 5,000 മുതൽ 18,000 രൂപ വരെ. കൂടാതെ യാത്രാ ചെലവും ഭക്ഷണ ചെലവും ഉപഭോക്താക്കൾ തന്നെ വഹിക്കണം. ഇങ്ങനെയാണ് അദ്ദേഹം വർഷത്തിൽ ഏകദേശം 70 ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം നിശ്ചിത തുകയൊന്നും ചോദിക്കാറില്ല. ആളുകൾ നൽകുന്നത് വാങ്ങാറാണ് പതിവ്. ജപ്പാനിൽ ഈ ഐഡിയ വിജയിച്ചു. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമന്റ്